തൃശൂരിൽ കുഴിമന്തിയും മയോണിസും കഴിച്ച് ഒരു പെൺകുട്ടി മരണപ്പെട്ടു എന്ന വാർത്ത നിങ്ങൾ ചിലരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാകും. എന്നാൽ ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതിന് മുമ്പായി നിങ്ങൾ കൂടുതലായി മയോണിസ് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. മയോണിസ് ഉണ്ടാക്കുന്നത് ഓയിൽ, വെളുത്തുള്ളി, കോഴിമുട്ട, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ചേർന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഹോട്ടലിലൊക്കെ ഇത്രയും ഐറ്റം ചേർക്കണമെന്നില്ല. ഓയിലും കോഴിമുട്ടയും വെളുത്തുള്ളി വേണമെങ്കിൽ കുറച്ച് അതിലിട്ടിട്ട് അടിച്ച് പതപ്പിച്ച് ഈ ഒരു പരുവത്തിലേക്ക് ആക്കി എടുക്കുന്നതാണ് നിങ്ങൾ കഴിക്കുന്നത്. എണ്ണ പലഹാരം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡേഞ്ചർ ആയ ഒരു ഐറ്റമാണ് ഈ മയോണിസ് നിങ്ങൾ കഴിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ മയോണിസ് കൂടുതലായി ഇഷ്ടപ്പെട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. പെൺകുട്ടിക്ക് മരണപ്പെടാനായിട്ടുള്ള കാരണം എന്താണ്, ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഈ വീഡിയോ കണ്ടു നോക്കൂ. മരണപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടി ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ സഹിതമാണ് ഇവിടെ ഹാജരായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ദൃശ്യം എങ്ങനെയാണ് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് പുറത്തു വന്നിരിക്കുന്നത്? ആ പെൺകുട്ടിയുടെ അതേ രൂപമുള്ള ഒരു ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാരോ ഫേക്കായിട്ടൊരു ന്യൂസ് ഉണ്ടാക്കി പബ്ലിസിറ്റി ചെയ്തതാണ്. ഇത്തരത്തിലുള്ള ഫേക്കായ ന്യൂസുകൾ ദയവ് ചെയ്ത് ആരും ചെയ്യാതിരിക്കുക. നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുക. ഇതേപോലെയുള്ള വാർത്തകൾ ഇനിയെങ്കിലും ആരും പ്രചരിപ്പിക്കാതിരിക്കുക. ജീവനോടെയുള്ള ഒരു വ്യക്തിയാണ് മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനിയെങ്കിലും ആരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതേപോലെയുള്ള പുതിയ പുതിയ വിശേഷങ്ങൾ നിങ്ങൾക്കറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും, അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരസ്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പും ചെയ്യാവുന്നതാണ്. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.